ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതുമായിട്ടുള്ള ഒന്നാണ് സ്മാർട്ട് ഫോൺ. നമ്മൾ സ്മാർട്ട് ഫോൺ ഇപ്പം ഏതൊരു കാര്യത്തിനായാലും ഒട്ടുമിക്ക കാര്യങ്ങൾക്കും നമ്മൾ സ്മാർട്ട് ഫോണിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മളിപ്പം കോൾ ചെയ്യുക അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുക ഇതിനൊക്കെ ആയിരുന്നു ഫോൺ യൂസ് ചെയ്തിരുന്നത്. ഇപ്പം നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത് മൊബൈൽ ഫോണിലൂടെയാണ്. അതായത് ഇപ്പം നമുക്ക് ഫുഡ് നമ്മൾ ഓർഡർ ചെയ്യാറുണ്ട്, അതുപോലെ നമുക്ക് ടാക്സി ഒക്കെ ബുക്ക് ചെയ്യണമെങ്കിൽ അതിലൂടെയാണ് ചെയ്യാറ്. അതുപോലെ ഷോപ്പിംഗ്, ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ നമ്മളിപ്പം മൊബൈൽ ഫോൺ വഴി ചെയ്യാറുണ്ട്. ഇപ്പം ഇതൊക്കെ യൂസ് ചെയ്യുമെങ്കിലും നമുക്ക് ചില ആളുകൾക്കെങ്കിലും അതിൻ്റെ ഉപയോഗം കുറച്ച് കൂടുതലാണ് എന്ന് തോന്നിയിട്ടുണ്ടായിരിക്കും. അങ്ങനെ തോന്നുന്ന ആളുകൾക്ക് ഇപ്പം നമ്മളിപ്പം എല്ലാവരും കൂടെ ഇരിക്കുന്ന സമയത്ത് അധികം ആളുകൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക, അങ്ങനത്തെയൊക്കെ ഒരു ഇത് ഉണ്ടായിരിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നിങ്ങൾ തോന്നും അത് ഭയങ്കര യൂസേജ് ആണെന്നൊക്കെ. അപ്പം അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ യൂസേജ് കുറച്ച് കൊണ്ടുവരാൻ, പതിയെ കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന 3 അപ്ലിക്കേഷൻസ് ആണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. 3 ഗൂഗിളിൻ്റെ അപ്ലിക്കേഷൻസ് ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിലൊന്നാണ് അൺലോക്ക് ലോക്ക്, പോസ്റ്റ് ബോക്സ് ആൻഡ് ഡെസേർട്ട് ഐലൻഡ്. ഇനി നമുക്ക് ഈ അൺലോക്ക് ലോക്ക് ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അൺലോക്ക് ലോക്ക് എന്ന് പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യണം. ഞാൻ ഫോണിൽ നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ ഒരു ആപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കത് നമ്മുടെ വാൾപേപ്പർ എവിടെയാണുള്ളത് അതിലായിരിക്കും ഇത് ഉണ്ടായിരിക്കുക. ഞാൻ സെറ്റിങ്സ് എടുത്തു. സെറ്റിങ്സിൽ അത് ഓരോ ഫോണിനനുസരിച്ചിരിക്കും. ഈ ഫോണിൽ ഡിസ്പ്ലേയിലാണ് വാൾപേപ്പർ ഉള്ളത്. ഡിസ്പ്ലേയിൽ വാൾപേപ്പർ എടുത്തു. അതിൽ ലൈവ് വാൾപേപ്പേഴ്സ് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അൺലോക്ക് ലോക്ക് എന്ന് പറഞ്ഞ ഈ ഒരു ആപ്പ്. ഇതൊരു വാൾപേപ്പറാണ്. സോ അത് ഓപ്പൺ ചെയ്തു. ഇനി ഇവിടെ സെറ്റ് വാൾപേപ്പർ എന്നുണ്ടായിരിക്കും. അത് ക്ലിക്ക് ചെയ്ത് ഹോം സ്ക്രീൻ ആൻഡ് ലോക്ക് സ്ക്രീൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹോം സ്ക്രീൻ മാത്രം ആക്കി വയ്ക്കാം. ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ക്ലോസ് ചെയ്തിട്ടൊന്ന് അൺലോക്ക് ചെയ്ത് നോക്കാം. ഇതിൽ ഞാൻ ഓൾറെഡി ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചത് കൊണ്ടാണ് ഇതിലിപ്പം 11 കാണിക്കുന്നത്. ഇത് നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് നിങ്ങളുടെ ഫോണിൽ ഇത് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 0 മുതലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഓരോ തവണ ഫോൺ ലോക്ക് ചെയ്ത് പിന്നീട് അൺലോക്ക് ചെയ്യുന്ന സമയത്ത് അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതായത് നിങ്ങൾ എത്ര തവണയാണ് ഫോൺ ഓപ്പൺ ചെയ്യുന്നത് എന്നുള്ളത് കൗണ്ട് ചെയ്യുകയാണ് ഇവിടെ. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു യൂസേജ് കൂടുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അതൊന്ന് കൺട്രോൾ ചെയ്ത് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. ഇനി പോസ്റ്റ് ബോക്സ് എന്താണെന്നുള്ളത് നോക്കാം. സോ ഇനി പറയാൻ പോകുന്ന ആപ്ലിക്കേഷനാണ് പോസ്റ്റ് ബോക്സ്. ഇതിലെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യണം. പോസ്റ്റ് ബോക്സ് ഈ ഫസ്റ്റിൽ തന്നെ കാണുന്ന ഈ ഒരു ആപ്പാണ്. ഞാനത് ഇൻസ്റ്റാൾ ചെയ്തു. ഈ ഒരു ആപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ ടൈം സ്കെഡ്യൂൾ ചെയ്ത് വെക്കാൻ പറ്റും. നമ്മൾ ഏതൊരാളായാലും നമുക്ക് പെട്ടെന്ന് നമ്മൾ ഫോൺ എടുത്ത് നോക്കുക എന്ന് പറയുന്നത് അതിൽ മെസ്സേജ് വരുമ്പോഴോ നോട്ടിഫിക്കേഷൻ വരുമ്പോഴോ ഒക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ ടൈം സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ആ ഒരു സമയത്ത് മാത്രമേ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻസ് കാണിക്കുള്ളൂ. അതായത് വരുന്ന എല്ലാ മെസ്സേജും അതുപോലെ ഏതൊരു കാര്യമായാലും നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ നിങ്ങൾ സെറ്റ് ചെയ്യുന്ന ടൈമിൽ മാത്രമേ ആ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണിക്കുകയുള്ളൂ. അപ്പോൾ ഇതിവിടെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തതിന് അത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും, ഈ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണുന്നത്. ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് കൊടുക്കാം. ഇതൊക്കെ നമ്മൾ നെക്സ്റ്റ് അടിച്ചു കൊടുക്കാം. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഒരു ദിവസത്തിൽ ഒരു തവണ ആ നോട്ടിഫിക്കേഷൻസ് എല്ലാം കൂടെ വന്നാൽ മതിയോ, അല്ലെങ്കിൽ 2 തവണ ഇതിൽ കാണാം 3 times 4 times എ ഡേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ടൈം എത്ര തവണയാണ് കാണിക്കേണ്ടത് എന്നത് നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്യാം. ഞാനിപ്പം 3 times എ ഡേ എന്നുള്ളത് സെലക്ട് ചെയ്തു. അപ്പോൾ ഇതിൽ നമുക്ക് ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ടൈം മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റി കൊടുക്കാം. നമുക്ക് ഓരോ ടൈമും മാറ്റി കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു ടൈം മാറ്റി കൊടുക്കാം. ഇവിടെ നെക്സ്റ്റ് എന്ന് കൊടുത്തു. അപ്പോൾ അതിൽ കാണിക്കുന്ന ആ ഒരു സമയത്താണ് നോട്ടിഫിക്കേഷൻസ് വരിക. അതുപോലെ തന്നെ ഇതിൽ നോട്ടിഫിക്കേഷൻ ആക്സസ് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷന് നമ്മൾ അലോ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതിൽ ഗോ ടു സെറ്റിങ്സിൽ പോവാം. പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ കാണാം ഈ നോട്ടിഫിക്കേഷൻ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോസ്റ്റ് ബോക്സ്. അത് നമ്മൾ അലോ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് അലോ ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി അടുത്ത നോട്ടിഫിക്കേഷൻ വരുന്നത് നമുക്ക് നോക്കിയാൽ കാണാം. ഇതിൽ കാണിച്ചിട്ടുണ്ട്
നമുക്ക് ആ ഒരു ആപ്പ് എടുത്ത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പം ഈ ഒരു ടൈമിനായിരിക്കും നിങ്ങൾക്ക് അടുത്ത നോട്ടിഫിക്കേഷൻസ് എല്ലാം കൂടെ വരിക. ഏറ്റവും ലാസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുള്ള ഡെസേർട്ട് ഐലൻഡ് അത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. മൂന്നാമത്തെ ആപ്ലിക്കേഷനാണ് ഡെസേർട്ട് ഐലൻഡ്. ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല, ഇത് ഇൻസ്റ്റാൾ ചെയ്യണം. ഇതൊരു ലോഞ്ചർ ആപ്ലിക്കേഷൻ ആണ്. സാധാരണ നമ്മൾ ഫോണിൽ നമ്മൾ അത് യൂസ് ചെയ്യാന്ന് പറയുന്നത് അതിൽ ഐക്കൺസ് കാണുമ്പോഴായിരിക്കും. അതായത് വാട്സപ്പ് ആയാലും ഇൻസ്റ്റഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും അതിൽ ഐക്കൺ കാണുമ്പോഴാണ് നമുക്കത് കൂടുതലായിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു ആപ്പ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്തു. ഇത് നമുക്കത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. താഴെ ഗെറ്റ് സ്റ്റാർട്ടഡ് ഉണ്ടായിരിക്കും. ക്ലിക്ക് ചെയ്തു, ഈ നെക്സ്റ്റ് ചെയ്തു. ഇതിൽ നമ്മുടെ ഫോണിലുള്ള ആപ്ലിക്കേഷൻസ് ആണ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഇത് നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഒരു ഐക്കണിലൊന്നും ആയിരിക്കില്ല ഇത് ഉണ്ടായിരിക്കുന്നത്, ഐക്കൺ ആയിട്ടായിരിക്കില്ല. ഇതിൽ നിങ്ങൾക്ക് ജസ്റ്റ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഏതൊക്കെ ആപ്പാണ് നിങ്ങളുടെ ഫോണിലുള്ളത് എന്നുള്ളത് ഇവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരിക്കും. ഇതിൽ നിങ്ങൾക്ക് ഏതൊക്കെയാണ് നിങ്ങളുടെ സ്ക്രീനിൽ കാണേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഇവിടെ ഞാൻ ക്യാമറ സെലക്ട് ചെയ്തു, അതുപോലെ ക്രോം, അതുപോലെ കോണ്ടാക്ട്സ്. ഈ 3 ആപ്പ് മാത്രമേ ഞാനിതിൽ സെലക്ട് ചെയ്തിട്ടുള്ളൂ. ഇതിൽ ഞാൻ നെക്സ്റ്റ് കൊടുത്തു. ഇനി ഇതിൽ സെലക്ട് ഡിഫോൾട്ട് ലോഞ്ചർ എന്ന് കാണാം, അത് നിങ്ങളൊന്ന് പ്രസ് ചെയ്യാം. അത് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം നിങ്ങൾക്ക് യൂസ് ഡെസേർട്ട് ഐലൻഡ് ആസ് ഹോം. അതിൽ ഓൾവേസ് കൊടുക്കാം. ഇനി ഇത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഈ ഒരു ആപ്പ്. അപ്പോൾ നിങ്ങളിത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കിതാ ജസ്റ്റ് ഇത് ഇങ്ങനെ കാണുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇനി ബാക്ക് അടിച്ച് നോക്കിയാലും നിങ്ങളുടെ വേറെ ആപ്ലിക്കേഷൻസ് ഒന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ നേരത്തെ ഞാൻ സെലക്ട് ചെയ്ത 3 ആപ്ലിക്കേഷൻസ് ആണ് ഇവിടെ കാണാൻ സാധിക്കുക. ഇതിനി നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്കത് സെലക്ട് ചെയ്യാം. വേറെ ക്യാമറ അല്ല, വേറെ ആണെങ്കിൽ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്തിട്ട് വളരെ കുറച്ച് മാത്രം വെച്ചാൽ മതി. ഇങ്ങനെ ഇത് ഐക്കൺ ആയിട്ട് കാണിക്കാത്തത് കൊണ്ട് തന്നെ നമുക്കത് യൂസ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി വളരെ കുറവായിരിക്കും. വളരെ സിമ്പിൾ ആയിട്ടാണ് ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ 3 ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ യൂസേജ് നിങ്ങൾക്ക് പതിയെ കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഞാൻ എന്നും പറയുന്നത് പോലെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങളെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം മറ്റു നല്ലൊരു ടോപ്പിക്കുമായിട്ട്. ബൈ.